വെൽക്കം ടു ലാബോറട്ടറി നാമസ്. നമ്മൾ റിയാക്ഷൻ വിത്ത് എയർ പഠിച്ചു അല്ലേ? ഇനി അടുത്ത നമ്മൾ എന്താ പഠിക്കാൻ പോണ? റിയാക്ഷൻ വിത്ത് വാട്ടർ ആണ്. റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റും അല്ലെ? നോക്കൂ, മെറ്റൽസ് ഇപ്പൊ ഇതൊക്കെ നമ്മൾ അറിയാൻ നിങ്ങൾക്ക് റെസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ മറ്റേ ഡിഗ്രീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്നാലും കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതൊക്കെ പഠിക്കുമ്പോൾ വെറുതെ എന്നാ പറ്റുമോ? ഒന്നും പറ്റില്ല. അപ്പൊ നമുക്ക് ഈ റിയാക്ഷൻ വിത്ത് വാട്ടർ ആണ്. അപ്പൊ അതിനൊരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ട്. ടേക്ക് 2 beakers ആൻഡ് ഫിൽ 3/4 ഓഫ് ദം വിത്ത് വാട്ടർ. എന്തിനാ ശരിക്കും പറഞ്ഞെങ്കിൽ വെള്ളം എത്രയോ എടുത്താൽ മതി, അതിനൊന്നും മെഷർമെന്റ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ എടുക്കുന്ന വാട്ടറിന്റെ എമൗണ്ട് മാറിയെന്ന് വിചാരിച്ച റിയാക്ഷൻ മാറിയെന്ന് തോന്നരുത്. അതുകൊണ്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. റിയാക്ഷൻ നടക്കുമ്പോൾ എപ്പോഴും ക്വാണ്ടിറ്റീസ് ഒക്കെ ഫിക്സ്ഡ് ആയിരിക്കണം. രണ്ടിലും 3/4 വെള്ളം എടുത്തു. പിന്നെ എന്താ ചെയ്യുന്ന? ഒരു പീസ് സോഡിയം നമ്മളെ കയ്യിലുണ്ട്, ഒരു പീസ് കോപ്പർ നമ്മളെ കയ്യിലുണ്ട്. എന്നിട്ട് ഫസ്റ്റത്തെ ഒരു പീസ് സോഡിയം ഇട്ടു. രണ്ടാമത്തെ ഒരു പീസ് കോപ്പർ ഇട്ടു. നിങ്ങൾക്ക് അറിയാം, മിസ് മുൻപ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ സംഭവിക്കുക? സോഡിയം ഇട്ടാല് നിങ്ങൾ എനിക്ക് തോന്നുന്നു വിക്ടേഴ്സ് ചാനലിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? സോഡിയം വെള്ളത്തിലിട്ടാൽ അതിങ്ങനെ കത്തിയും കൊണ്ട് രസമാക്കാണ്. കത്തിയും കൊണ്ട് ഇങ്ങനെ ഓടും. പെട്ടെന്ന് റിയാക്ട് ചെയ്യും. സോഡിയം വെരി റിയാക്റ്റീവ് മെറ്റൽ. വളരെ പെട്ടെന്ന് അത് കത്തിയും കൊണ്ട് ഓടും. ഒരു പുക പോലെയാണ് വരികയും ചെയ്യും. കോപ്പർ ആണെങ്കിലോ അതവിടെ കിടക്കും. അത്ര പെട്ടെന്നൊന്നും റിയാക്ട് ചെയ്യില്ല. കുറേ ഒരു 5-6 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അതിന്റെ പുറത്ത് ചെറുതായിട്ടൊരു, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ക്ലാവ് എന്ന് പഠിച്ചില്ലേ, അതുപോലെ ഒരു കോട്ടിങ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അത് വളരെ സ്ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് കോപ്പർ. ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് പൊട്ടാസ്യം, സോഡിയം ഒക്കെ. വിച്ച് ഓഫ് റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻസ് ഉണ്ട്. നിങ്ങൾ ഒബ്സർവേഷൻ എഴുതുക. എന്താ എഴുതുക? സോഡിയം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. കോപ്പർ ടേക്സ് ടൈം, ഡേയ്സ് ടു റിയാക്ട്. വിച്ച് ഓഫ് ദീസ് മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ? ഇതിൽ ഏത് മെറ്റലാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തത്, പെട്ടെന്ന് റിയാക്ട് ചെയ്തത്? സോഡിയമാണ് റിയാക്ട് ചെയ്തത്. വിച്ച് ഗ്യാസ് ഫോം ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓർക്കണില്ലേ? ഞങ്ങൾ കെമിക്കൽ ചേഞ്ചസിൽ നമ്മൾ പഠിച്ച ഫിനോഫ്തലിൻ ഒഴിച്ചൊക്കെ പരീക്ഷണമൊക്കെ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഏത് ഗ്യാസ് ഉണ്ടാവുക? ദ ഗ്യാസ് ലിബറേറ്റഡ് ഈസ് ഹൈഡ്രജൻ. ഏത് ഗ്യാസ് ആണ് ഉണ്ടാവുക? ഹൈഡ്രജൻ ഗ്യാസ് ആണ് പോവുക. അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് സർട്ടൻ മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ്. എന്താ അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ? എല്ലാ മെറ്റൽസും എല്ലാ സാഹചര്യങ്ങളിലും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അപ്പൊ കണ്ടീഷൻസ് ശരിയാണെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യും. റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ആൻഡ് വാട്ടർ. നമ്മൾ പഠിച്ചതാണ് അല്ലെ? സോഡിയത്തിൽ നമ്മൾ എന്താ എഴുതുക? സോഡിയം Na. വാട്ടർ നമ്മൾ എങ്ങനെ എഴുതുക? H2O. ഉണ്ടാവുന്ന എന്താണ്? നമ്മൾ പഠിച്ചാണ്. സോഡിയം റിയാക്ട്സ് വിത്ത് വാട്ടർ ആൻഡ് ഫോം സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഇങ്ങനത്തെ കെമിക്കൽ റിയാക്ഷൻ കണ്ടാൽ എന്റെ കുട്ടികൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? ഇത് ബാലൻസ് ചെയ്യാൻ നോക്കണം. മനസ്സിലായത്? നമുക്ക് പഠിക്കാനുള്ളതാണ്. പിന്നെ ഇത് ബാലൻസ്ഡ് അല്ലാത്ത കെമിക്കൽ റിയാക്ഷൻ കാണുമ്പോൾ ചാടി പിടിച്ചത് ബാലൻസ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ സോഡിയം 1 ശരിയല്ലേ? ഹൈഡ്രജൻ ഞാൻ ഇവിടെ എഴുതാം. സോഡിയം 1, ഹിയർ ഓൾസോ സോഡിയം 1. നമ്മൾ മുമ്പ് 2 വീഡിയോ മിസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ. ഹൈഡ്രജൻ 2, ഇവിടെ ഹൈഡ്രജൻ നോക്കൂ 1 + 2 3 ഉണ്ട് അല്ലെ? ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് 1 ഇവിടെ ഓക്സിജൻ 1. റൈറ്റ്. അപ്പൊ നമുക്ക് ഈ 2നെയും 3നെയും ശരിയാക്കണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോ 3നെ ഇവിടെ 2 ഇട്ട് കൊടുക്കാം അല്ലെ? എവിടെയെങ്കിലും നമുക്ക് മാറ്റാം. എവിടെയെങ്കിലും മാറ്റി നമുക്ക് ഹൈഡ്രജനാണ് ഇപ്പൊ ശരിയാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 ഹൈഡ്രജന്റെ വാല്യൂ ഒരേ വാല്യൂയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ഈ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ 2 കൊടുത്ത എത്രയായി? ഇപ്പൊ ഒക്കെ മാറി, എല്ലാം മാറി. സോഡിയം 2 അല്ലെ? ഓക്സിജനും 2. ഹൈഡ്രജൻ ഇവിടെ എത്രയായി? ഇവിടെ 2 ഹൈഡ്രജൻ + 2 ഹൈഡ്രജൻ. അപ്പൊ 3 എന്നുള്ളത് മാറിയിട്ട് 4 ഹൈഡ്രജൻ ആയിട്ട് മാറി അല്ലെ? ഈ 2 എല്ലാവർക്കും ഉള്ളതാണ്. പുറത്ത് ചൂട്ട് കഴിഞ്ഞാല് ഇങ്ങനെയായി മാറി. പക്ഷെ ഇവിടെ ആകെ സോഡിയം 1 ഉള്ളൂ. സോഡിയം 2 വലിയ പ്രയാസമൊന്നുമില്ല. ഇവിടെ 2 ഇട്ട് കൊടുത്തു. ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. അവിടെ 2 ഇട്ടാൽ മതി. ഇവിടെ ഹൈഡ്രജൻ 2 എന്നുള്ളത് 4 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മുൻപ്
മുൻപിൽ ഒരു 2 കൊടുത്താൽ 2 into 2 4. 2 അല്ല എത്രയായി ഇവിടെ 4. ഓക്കെ, സോഡിയം 2 ആയി, ഹൈഡ്രജൻ 4 ആയി, then ഓക്സിജൻ 2O ഉള്ളിലോട്ടുള്ളതല്ലേ, അവിടെ 1 ആണ്, അപ്പൊ 1 into 2 2. അപ്പൊ ഓക്സിജൻ എന്തായിട്ട് മാറി 2 ആയിട്ട് മാറി. ബാലൻസ്ഡ് ആയല്ലോ. 2Na plus 2H2O gives 2NaOH plus hydrogen. ഇത് മുന്നത്തെ ഇതാണ്. പക്ഷെ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്, the gas liberated is hydrogen. When metals react with water, the gas liberated is hydrogen. മറക്കോ? The metals potassium calcium രണ്ടും ഇങ്ങനെ റിയാക്ട് ചെയ്യും. പൊട്ടാസ്യം ആണെങ്കിൽ ഒന്നുമില്ല, ഇവിടെ K ആണ് കൊടുത്താൽ ഇക്വേഷൻ ഒക്കെ ഇതേപോലെ. പിന്നെ KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ ആൽക്കലിയാണ് കേട്ടോ. ആൽക്കലി സോപ്പ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അതൊക്കെ ഞാൻ നിങ്ങൾ അടുത്ത വർഷം പഠിപ്പിച്ചു തരാം 9ാം ക്ലാസ്സിൽ കേട്ടോ. നോക്കൂ, സോഡിയം പ്ലസ് വാട്ടർ ഗീവ് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രോജൻ. അപ്പൊ അതിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് 2Na plus 2H2O gives 2NaOH plus H2. ഇതേപോലെയാണ് പൊട്ടാസ്യം. പക്ഷെ കാൽസ്യം അങ്ങോട്ട് C എന്ന് എഴുതരുത് കേട്ടോ, അങ്ങനെ എഴുതാൻ പാടില്ല. കാൽസ്യത്തിന്റെ ഇക്വേഷൻ വേറെയാണ്. തൽക്കാലം ഇപ്പൊ മിസ് പറയുന്നില്ല, കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചാൽ ഇത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇത് രണ്ടും പഠിച്ചാൽ സോഡിയവും പൊട്ടാസ്യം. The metals sodium, potassium, calcium also react with cold water. സാധാരണ തണുത്ത വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യും. എല്ലാവരും തണുത്ത വെള്ളമായിട്ട് റിയാക്ട് ചെയ്യില്ല. ചില മെറ്റൽസ് ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും, ചില മെറ്റൽസോ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യും. മനസ്സിലായോ? കോൾഡ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത മെറ്റൽസ് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ എഴുതുക? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം. വെരി സിമ്പിൾ. ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടണം. മനസ്സിലായോ? അപ്പൊ അത്രയേ ഉള്ളൂ. ഇതിൽ എന്തൊക്കെയാണെന്ന് അറിയാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? റിയാക്ഷൻ വിത്ത് വാട്ടറിൽ എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? ഇത് ഗ്യാസ് ലിബറേറ്റഡ് ഇസ് ഹൈഡ്രജൻ. പിന്നെ ഉണ്ടാവുന്നത് മിക്കപ്പോഴും ഹൈഡ്രോക്സൈഡ്സ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ ഉണ്ടാവുക. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്, ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ആസിഡ് ആണ്. ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽസിന് എന്ത് പറ്റും, എന്താണ് ഉണ്ടാവുന്ന പ്രോഡക്റ്റ്, ഇതാണ് നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ പ്രയാസമൊന്നുമില്ല. നോക്കൂ, യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദ റിയാക്ഷൻ ഓഫ് സിങ്ക് വിത്ത് ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അവിടെ എഴുതാനാണ്, നമ്മളോട് റിയാക്ഷൻ എഴുതാനാണ് പറയുന്നത്. സിങ്ക് സെഡൻ എല്ലാവർക്കും അറിയാം, പ്ലസ് HCl ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. ബാലൻസ് ചെയ്യൂ. സിങ്ക് ഈക്വൽ HCl. H1 അവിടെ H2, ഇവിടെ Cl1, ഇവിടെ Cl2. എന്താ ചെയ്യാ നമ്മള്? വെരി സിമ്പിൾ. 2 കൊടുത്താൽ മതി. 2H അവിടെയും 2H, 2Cl അപ്പുറത്തും 2Cl. അറിയാത്തവർ ഇപ്പൊ തന്നെ പഠിച്ചോണേ. എന്തൊക്കെ ഉണ്ടായത്? When zinc react with hydrochloric acid, the products formed are zinc chloride and hydrogen. ഇവിടെയും നമ്മൾ മറന്നു പോകരുത്, the gas liberated is hydrogen. Repeat the experiment by adding the metal zinc. സിങ്കിന് പകരം നമ്മൾ അടുത്ത് കൊടുക്കേണ്ടത് അലുമിനിയം, പിന്നെ അയൺ, മാഗ്നീഷ്യം. ഇങ്ങനെ പല ഇതും വെച്ചിട്ട് നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് നടത്തുക. അപ്പൊ ആരൊക്കെയാണ്? വിച്ച് ഓഫ് ദ മെറ്റൽസ് റിയാക്ട് വിത്ത് ആസിഡ്? അപ്പൊ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദീസ് മെറ്റൽസ് റിയാക്ട് വിത്ത് ദ ആസിഡ്? ഏതൊക്കെ മെറ്റൽസ് നമ്മൾ ഏതൊക്കെ മെറ്റൽസ് നമ്മൾ എടുത്തത്? അലൂമിനിയം, അയൺ, മെഗ്നീഷ്യം അല്ലെ? 3 ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ടുണ്ട്. 3ലും നമ്മൾ എന്താ ചെയ്യുന്നത്? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദിസ് മെറ്റൽസ് റിയാക്ട് വിത്ത് ആസിഡ്? എല്ലാവരും ഒരു മിനിറ്റ്, ഒന്നുകൂടെ ഉണ്ട്. എന്താ? സിങ്ക്, അലുമിനിയം, അയൺ, മെഗ്നീഷ്യം. 4 എടുത്തിരിക്കുന്നത് അല്ലെ? അവിടെ എന്താ പറയുന്നത്? വിച്ച് ഓഫ് ദീസ് മെറ്റൽസ് റിയാക്ട് വിത്ത് ആസിഡ്? എല്ലാവരും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. കോപ്പർ ഉണ്ടെങ്കിൽ കോപ്പർ ഡൈല്യൂട്ട്
ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യില്ല അല്ലെ. ഇവിടെ നോക്കൂ, ഈസ് ദർ എനി വിച്ച് ഓഫ് ദിസ് മെറ്റൽസ് റിയാക്ട് മോസ്റ്റ് വിഗറസ്ലി? നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന ആരാണ്? പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആരാന്നറിയാം? അലുമിനിയം സ്ലോ ആണ്, അയൺ സ്ലോ ആണ്. പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആരാന്നറിയാം? മെഗ്നീഷ്യം ആണ്. മെഗ്നീഷ്യം ഹൈലി, സോഡിയം പൊട്ടാസ്യത്തിനൊക്കെ പോലെ തന്നെ അത്യാവശ്യം ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് മെഗ്നീഷ്യം. അപ്പൊ മെഗ്നീഷ്യം റിയാക്ട് ചെയ്യും പെട്ടെന്ന്. ഈസ് ദർ എനി മെറ്റൽ വിച്ച് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ആസിഡ് എന്നാണ്. അപ്പൊ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാത്ത മെറ്റൽ എന്ന് പറഞ്ഞാൽ ശരിക്കും കോപ്പർ ആണ്. ഇവിടെ പക്ഷെ കോപ്പർ പറഞ്ഞിട്ടില്ല അല്ലെ. ഇവിടെ എടുത്തതില് ഈസ് ദർ എനി മെറ്റൽ വിച്ച് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ആസിഡ് എന്ന് പറഞ്ഞാൽ ആരുമില്ല, എല്ലാവരും റിയാക്ട് ചെയ്യും. സിങ്കും അലുമിനിയം അയൺ മഗ്നീഷ്യം ഒക്കെ റിയാക്ട് ചെയ്യും. ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ വിഗർ ഓഫ് റിയാക്ഷൻ ഓഫ് ദ മെറ്റൽ വിത്ത് ആസിഡ്? അപ്പൊ എന്താ പറയാ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവരുടെ റിയാക്ഷൻ വ്യത്യാസമുണ്ട്. മെഗ്നീഷ്യം റിയാക്ട്സ് വെരി ഫാസ്റ്റ്. അലുമിനിയം അയൺ ഒന്നും അത്ര ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല. അപ്പോൾ ഡൈല്യൂട്ട് ആസിഡിൽ നമ്മൾ എടുത്തത്, ഡൈല്യൂട്ട് ആസിഡുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് മെഗ്നീഷ്യമാണ്. അലുമിനിയവും അയണും ഒക്കെ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. ഇനി അവിടെ നമ്മൾക്ക് 3 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആ 3 നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻസ് എന്നാണ്. നമുക്ക് ബാലൻസ് ചെയ്താലോ? ഒന്ന് നിങ്ങൾ പഠിച്ചു അല്ലെ, സിങ്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളോട് പഠിച്ചു. ഇനി അടുത്ത് നോക്കൂ, അടുത്തത് ഏതാണ്? രണ്ടാമത്തെ എഴുതിയിരിക്കുന്നത് മെഗ്നീഷ്യം പ്ലസ് HCl. വളരെ എളുപ്പമാണ്. Mg പ്ലസ് HCl gives MgCl2 പ്ലസ് H2. ഇത് വളരെ എളുപ്പമാണ്. മെഗ്നീഷ്യം 1 മെഗ്നീഷ്യം 1, ഹൈഡ്രജൻ 2 ക്ലോറിൻ 2, രണ്ടും അപ്പുറത്ത് 2 ഉണ്ട്, ഇപ്പുറത്ത് ആകെ ഒന്നേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്താൽ മതി? പുട്ട് 2. വളരെ സിമ്പിൾ ആണ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അടുത്ത് നോക്കൂ, Fe പ്ലസ് 2HCl അവിടെ കൊടുത്തിട്ടുണ്ട്, gives FeCl2. നമ്മൾ എഴുതേണ്ടതാണ് കേട്ടോ. ഇതാണ് ഇത്, അവിടെ ഡാഷ് ആണ്, അവിടെ ഡാഷ് ആണ്. എന്താ ഉണ്ടാവുന്നത് അറിയോ? Fe പ്ലസ് 2HCl എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നത് അയണിന്റെ ക്ലോറൈഡ് ആണ്. ക്ലോറൈഡും പ്ലസ് ഹൈഡ്രജൻ. അപ്പൊ നോക്കി, ഇവിടെ ഒരു Fe, ഇവിടെ ഒരു Fe. ഇത് ബാലൻസ്ഡ് ആണ്. ലെൻസ് എഴുതിയപ്പോൾ തന്നെ ബാലൻസ് ചെയ്തു, കാരണം നിങ്ങളെ ബുക്കിൽ 2HCl തന്നെ ഉണ്ട്. ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ 2 ക്ലോറിൻ 2 ക്ലോറിൻ, റൈറ്റ്. ഇനി അടുത്ത് നോക്കൂ, അലുമിനിയം പ്ലസ് HCl gives AlCl3. അലുമിനിയം ക്ലോറൈഡ് എങ്ങനെയാണ് എഴുതുക? AlCl3 പ്ലസ് H2. അപ്പൊ ഇതിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 2Al പ്ലസ് 6HCl. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കൂ, 2 അലുമിനിയം ഇവിടെ ഉണ്ട്, ഇവിടെ ആകെ ഒരു അലുമിനിയം ഉള്ളു. അപ്പൊ നമ്മൾ മുന്നിലൊരു 2 കൊടുക്കുക അല്ലെ. അപ്പൊ Al2 Al2. 6 ഹൈഡ്രജൻ ഉണ്ട്, 2 ഇവിടെ ആകും 2 ഹൈഡ്രജൻ ആണ്. അപ്പൊ എന്താ ചെയ്യാ? നമ്മള് മുന്നിലൊരു 3 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 3 × 2 6. ക്ലോറിൻ 6 ക്ലോറിൻ, 2 × 3 6 ക്ലോറിൻ അല്ലെ. ബാലൻസ്ഡ് ആയി എല്ലാവരും. ഇവിടേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? when metals react with acid the gas liberated is hydrogen. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്. വലിയ വലിയ പരീക്ഷകൾക്ക് പോലും ചോദിക്കും. മനസ്സിലായോ? when metal react with acid the gas liberated is hydrogen. മനസ്സിലാക്കി വെക്കുക, the gas liberated is hydrogen. when metals like aluminum, zinc, magnesium, iron, അപ്പൊ അവിടെ പറഞ്ഞിരിക്കുകയാണ് സിങ്ക്, മെഗ്നീഷ്യം, അയൺ ഇതൊക്കെ എന്താണ്? റിയാക്ട് വിത്ത് ആസിഡ്, ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ഫോംഡ് along with the salt of the metal. ഇവരൊക്കെ ഇപ്പോ മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജൻ ഉണ്ടാവുക. മെഗ്നീഷ്യം ക്ലോറൈഡ് ഇസ് എ സാൾട്ട്. ദെൻ അയൺ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് അയണിന്റെ ക്ലോറൈഡ് ആണ്. Then hydrogen. ഇതെന്താണ്? FeCl2 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സാൾട്ട്. Then അലുമിനിയം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അലുമിനിയം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. അലുമിനിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സാൾട്ട്. അപ്പോൾ ഏത് മെറ്റൽ ആണെങ്കിലും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് അല്ലെങ്കിൽ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യും. ഏത് ആസിഡ് ആയാലും കുഴപ്പമില്ല, എന്താ ഉണ്ടാവുക? സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്തത് കൂടെ തന്നെ മെറ്റൽ എന്തായിട്ട് മാറും?
മെറ്റൽ അതിന്റെ തന്നെ സോൾട്ടുകളായിട്ട് മാറും. മനസ്സിലായോ? ഇനി അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കുക. when metals react with acid, the products are salt and hydrogen. Salt and hydrogen. You have studied that acids present in lemon and buttermilk. ലെമണിൽ നമുക്കറിയാം സിട്രിക് ആസിഡ് ആണ്, ബട്ടർമിൽക്ക് എന്താ ലാക്റ്റിക് ആസിഡ്. പാലിൽ ലാക്റ്റിക് ആസിഡ് ആണ്, ബട്ടർ മിൽക്കിൽ എന്താ സത്യം പറഞ്ഞ മിസ്സിനത് അറിയില്ല, ലാക്റ്റിക് ആസിഡ് തോന്നുന്നേ. പറഞ്ഞുതരാം കേട്ടോ, ഞാൻ എപ്പോഴാ വായിക്കുന്നത്. Now you can guess, ആസിഡ് ഉണ്ട് എന്തായാലും. Now you can guess why a stainless steel knife is preferred to an iron knife to cut lemons, and also why it is not wise to store buttermilk in aluminum vessels. എന്താണ്, എന്തുകൊണ്ടാണ് നമ്മള് പിന്നെ ഈ ലെമൺ ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇരുമ്പിന്റെ കത്തി ഉണ്ടാവും അല്ലെ, ആ ഇരുമ്പിന്റെ കത്തി ഉണ്ടല്ലോ, ഒരു കറുത്ത കളറായിട്ടുള്ള കത്തി, അത് യൂസ് ചെയ്യുക. ലെമൺ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും എന്ന് പറയാം, അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഒരു കറുത്ത കളർ വരും ആ നാരങ്ങയുടെ അറ്റത്തൊക്കെ. എന്താ കാരണം? ലെമണിലുള്ള സിട്രിക് ആസിഡ് പെട്ടെന്ന് ആരുമായിട്ട് റിയാക്ട് ചെയ്യും, ഈ നമ്മളെ കത്തിയില്ലേ അയണിന്റെ നൈഫുമായിട്ട് റിയാക്ട് ചെയ്യും. അയൺ ഇസ് എ മെറ്റൽ, മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ്, അപ്പൊ അവിടെ ഒരു കളർ വരും കേട്ടോ. Now you can guess why a stainless steel knife is preferred. അതുകൊണ്ട് സ്റ്റീലിന്റെ കത്തി യൂസ് ചെയ്യുന്നതാണ് നല്ലത്, കേടുവരില്ല. lemons, and also why it is not wise to store buttermilk in aluminum. നമ്മൾ പഠിച്ചാണ് അല്ലെ, buttermilk എന്തുകൊണ്ട് aluminum vessel സ്റ്റോർ ചെയ്യാത്തത്? buttermilk contain acid, it react with aluminum vessel, and aluminum vessel get corroded very easily. പെട്ടെന്ന് നശിച്ചു പോകും, അതുകൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്യില്ല. നിങ്ങൾക്ക് സംശയമുണ്ട് അതിന്? ഇവിടെ ഇപ്പൊ കുറച്ച് എന്തൊക്കെയോ കൊടുത്തിട്ടില്ല. വേർ ഡു മെറ്റൽസ് കം ഫ്രം? കണ്ട ഒരു ഇത് നിങ്ങൾക്ക് മോർ നോളജിന് വേണ്ടിയിട്ടാണ്, മിസ് വെറുതെ ഒന്ന് വായിച്ചു പറഞ്ഞുതരാം. നോക്കൂ, മെറ്റൽസ് ആർ ഐസൊലേറ്റഡ് ഫ്രം നേച്ചുറലി occurring materials containing metallic compounds. Such materials found in the earth crust are known as minerals. Metals are separated from them by chemical process. Gold is a metal which exists in free state. Aluminum is the most abundant metal on the earth crust, followed by iron and calcium. അപ്പോൾ കുറെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മെറ്റൽസ് ഒക്കെ നമ്മൾ കുഴിച്ചെടുക്കുന്നതാണ്, മണ്ണിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് ഗോൾഡ് തീരെ റിയാക്ട് ചെയ്യാത്ത മെറ്റലാണ് അല്ലെ. അപ്പൊ മണ്ണിന്റെ അടിയിലാണെങ്കിൽ അത് റിയാക്ട് ചെയ്യില്ല. അപ്പൊ ഗോൾഡ് നമ്മൾ എപ്പോഴും കുഴിച്ചെടുക്കുന്നത് അതിന്റെ പ്യുവർ ഫോമിലാണ്, ഗോൾഡ് ആയിട്ട് തന്നെയാണ് അത് കുഴിച്ചെടുക്കുന്നത്. മനസ്സിലായി? ഗോൾഡിന്റെ മിനറൽസ് എന്നാണ് പറയാം, സാധാരണ ഓർ എന്ന് പറയാം. നമ്മൾ ഓർ മലയാളം വേണ്ടല്ലോ, ഓർസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മെറ്റൽസ് സാധാരണയായിട്ട് ഇപ്പോൾ അയൺ ഒക്കെ ആണെങ്കിൽ അയൺ ആയിട്ടല്ല നമ്മൾ കുഴിച്ചെടുക്കുക, അതിന്റെ ഏതെങ്കിലും കോമ്പൗണ്ട്സ് ആയിട്ടാണ് കിട്ടുക. അത് ഒരു റിയാക്ട് ചെയ്യല്ലോ, മറ്റുള്ള ഓക്സിജനുമായിട്ടൊക്കെ റിയാക്ട് ചെയ്തേ. അപ്പൊ എപ്പോഴും കോമ്പൗണ്ട്സ് ആയിട്ടാണ് കുഴിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ മണ്ണിന്റെ അടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന മെറ്റൽ കോമ്പൗണ്ട്സിന് പറയുന്ന പേരാണെന്ത്? മിനറൽസ്. ഓക്കെ, ഈ മിനറൽസിനെ നമ്മൾ കുഴിച്ചെടുത്ത്, നമുക്ക് മിനറൽസ് ആയിട്ടല്ല വേണ്ടത്, മെറ്റൽ ആയിട്ടല്ല വേണ്ടത്, അതിന് മെറ്റലിനെ മാത്രം മാറ്റണം. അതിന് ഒരുപാട് കെമിക്കൽ പ്രോസസ്സുകൾ നിങ്ങൾ 9ലും 10ലൊക്കെ പഠിക്കും. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയും കേട്ടോ. അപ്പൊ അത് നമ്മൾ മെറ്റലിനെ മാറ്റി എടുക്കും, ഈ കോമ്പൗണ്ടിൽ നിന്ന് മെറ്റലിനെ മാറ്റിയെടുക്കും. പക്ഷെ ഇതിൽ ഗോൾഡ് മാത്രം കുഴിച്ചെടുക്കുന്ന ഏത് സ്റ്റേറ്റിൽ തന്നെയാണ്? ഗോൾഡ് ആയിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മാറ്റിയെടുക്കേണ്ട വലിയ പ്രശ്നമില്ല, ഗോൾഡ് ആയിട്ട് തന്നെയാണ് കിട്ടുക. ചിലർ ഓക്സൈഡ്സ് ആയിട്ടുണ്ടാവും, ചിലർ ക്ലോറൈഡ്സ് ആയിട്ടുണ്ടാവും, സൾഫേറ്റ്സ് ആയിട്ടുണ്ടാവും, അങ്ങനെ പല പല കോമ്പൗണ്ട്സ് ആയിട്ടാണ് എർത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുക, എർത്ത് ക്രസ്റ്റ് മണ്ണിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ഇനി ഗോൾഡ് ഫ്രീ സ്റ്റേറ്റിലാണ്. പിന്നെ നിങ്ങളോട് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം നോക്കൂ, അലുമിനിയം ഇസ് ദ മോസ്റ്റ് അബൻഡന്റ് മെറ്റൽ ഓൺ ദ എർത്ത് ക്രസ്റ്റ്. അലുമിനിയം എന്ന് പറയുന്നത് എർത്ത് ക്രസ്റ്റിൽ ധാരാളമുള്ള ഒരു എലമെന്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പൊ എവിടുന്നാണ് മെറ്റൽ കിട്ടുന്നത് മനസ്സിലായല്ലോ. അടുത്ത് നോക്കൂ, മെറ്റൽസ് ഇൻ ഹ്യൂമൻ ബോഡി ടു. നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? മെറ്റൽസ് ഉണ്ട്. നോക്കൂ എന്തൊക്കെയാണുള്ളത്. Though needed only in small quantities, the presence of certain metallic minerals is essential for the normal functioning of the human body. അല്ലെ, കാൽസ്യം നമുക്ക് വേണ്ടേ? എല്ലിന് പല്ലിനൊക്കെ കാൽസ്യം വേണ്ടേ? അതുകൊണ്ട് സിങ്ക് വേണം.
സോഡിയം വേണം, സോഡിയം കുറഞ്ഞിട്ട് അഡ്മിറ്റ് ആവുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സോഡിയം കുറയാന്ന് കേട്ടിട്ടില്ലേ? സോഡിയം കുറയാം, അപ്പം തളർന്നു പോകും അല്ലെ? അപ്പൊ നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ടിൽ എന്ത് വേണം? നമ്മുടെ ബോഡിക്ക് ഈ മെറ്റൽസിന്റെ ആവശ്യമുണ്ട്. ഹെൽത്തിനും ന്യൂട്രീഷനും ഒക്കെ വേണം. ഹീമോഗ്ലോബിൻ, എന്താണ് ഹീമോഗ്ലോബിൻ ഉള്ളത്? നിങ്ങൾ അയൺ ടോണിക് കുടിക്കുന്നുണ്ടാവും അല്ലെ? ഈ മറ്റേ എന്താ പറയാ, നമ്മുടെ ചോര ഉണ്ടാവാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ ടോണിക് ഒക്കെ കഴിക്കുമ്പോൾ ആ ടോണിക്കിന് ഭയങ്കര ടേസ്റ്റോ, എന്തിന്റെ ടേസ്റ്റ് ആണ്? അയണിന്റെ ടേസ്റ്റ് ആണ് ഉണ്ടാവുക, ഇരുമ്പിന്റെ അല്ലെ? ഹീമോഗ്ലോബിൻ, ദ കോമ്പൗണ്ട് വിച്ച് ഗീവ്സ് റെഡ് കളർ ടു ബ്ലഡ്. ബ്ലഡിന് ചുവപ്പ് കളർ കൊടുക്കുന്ന കളർ പിഗ്മെന്റ് ആണ് എന്ത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അതിലെന്താ ഉള്ളത്? അയൺ. Then calcium, എല്ലാവർക്കും അറിയാം കാൽസ്യം is essential for growth of teeth and bones. പല്ല്, എല്ല്, ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? കാൽസ്യം വേണം. Salt of sodium and potassium are essential for the proper functioning of cells. നമ്മുടെ സെല്ലുകൾ ശരിക്കും ഫങ്ഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സോഡിയവും പൊട്ടാസ്യവും വേണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Traces of metals like zinc, കോപ്പർ, സെലീനിയം, സിങ്ക് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്, ആർ എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ദ ഹെൽത്ത് ഓഫ് എ പേഴ്സൺ. ഇതൊക്കെ ഈ മെറ്റൽസ് ഒക്കെ നമ്മുടെ ബോഡിക്ക് ഒരുപാട് വരാൻ പാടില്ല. ഒരുപാട് വന്നു കഴിഞ്ഞാൽ അതും അസുഖമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. ഇത് നമുക്ക് അടുത്ത് പഠിക്കാനുള്ള കൊറോഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്താലോ? അടുത്ത വീഡിയോ എടുത്താലോ? അല്ല ഇവിടെ മിക്സ് ചെയ്തെടുക്കണ്ട അല്ലേ? അപ്പൊ നമുക്ക് അത് അടുത്ത ഒരു വീഡിയോ എടുക്കാൻ മാത്രമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. എല്ലാവരും മിസ് പറഞ്ഞതുപോലെ നന്നായിട്ട് പഠിക്കുക, നല്ല കുട്ടികളായിട്ടിരിക്കുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ചിലരൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. ഞാൻ മനസ്സിലെ സമയമുള്ളതിനനുസരിച്ച് മിസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, മെസ്സേജ് ചെയ്യാം. ഓക്കെ. പിന്നെ ഓൺലൈൻ ട്യൂഷൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ആൾക്കാരുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ മിസ്, അതിൻ്റെ ചെയ്താലോ? ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.